നമ്മൾ ഓണത്തിന് ഉപയോഗിക്കാതല്ല വൈറ്റ് മുണ്ടുകൾ ഇതാ വളരെ വിലക്കുറവ് കിട്ടും. പഴയ കാല നാണയങ്ങൾ ഉണ്ട്, അതേ പഴയ കാല നോട്ടുകൾ 100-150 100-150 2000 രൂപയ്ക്ക് ടി വി കൊടുക്കാൻ പറ്റും. ലേഡീസ് ടോപ്പുകളൊക്കെ 100 രൂപയ്ക്ക്. ഇതൊക്കെ 100 രൂപക്ക് അതെ കൊടുക്കുന്നത്. പറഞ്ഞാൽ 1600. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മളെ സ്വന്തം കോഴിക്കോടാണ്. കോഴിക്കോട് ഞാൻ എത്തിയിട്ടുള്ളത് സ്വന്തം സൺഡേ മാർക്കറ്റിലേക്ക്. സൺഡേ മാർക്കറ്റ് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ കിട്ടും, അതേമാതിരി ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ വമ്പൻ കളക്ഷൻസ് കിട്ടും, അതായത് മൊബൈൽ ആക്സസറീസ് കിട്ടും. അങ്ങനെ ഇലക്ട്രോണിക്സിന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കിട്ടും, നല്ല ഫ്രഷ് വേണമെങ്കിൽ അത് കിട്ടും, അതെല്ലാം കിട്ടും. ഇതിനെന്തോ ഇലക്ട്രോണിക്സിന് വാറന്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡ്രസ്സൊക്കെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ കണ്ടില്ലേ, വിലക്കുറവിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്ന വെച്ചാൽ നമ്മള് US പോയിന്റ് സ്ഥലത്താണ്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്ന വെച്ചാല് കോഴിക്കോട് പാളയത്താണ്. പാളയത്ത് കമ്മത്ത് റോഡിലാണ് നിൽക്കുന്നത്. അതായത് മിഠായി തെരുവിന്റെ ഏറ്റവും തുടങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് നടക്കുന്നത്. ഇത് നമ്മളെ പാളയം ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു കമ്മത്ത് ലൈൻ എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും എവിടുന്ന് വരുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ചോദിച്ചാലും മതി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചാലും മതി കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസ് ഇലക്ട്രോണിക്സിലാണെങ്കിലും ഉണ്ടാവും, ഇനിയിപ്പോ മൊബൈൽ ആക്സസറീസിലുണ്ടാവും. ഇലക്ട്രോണിക്സിൽ പറഞ്ഞാൽ വമ്പ കളക്ഷൻസ്, നമ്മളെ സൗണ്ട് ബാറുകൾ, അങ്ങനത്തെ പലതരം ഐറ്റംസുകൾ ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുവിധ എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൽ കിട്ടും. നമ്മൾ തിരൂർ മാർക്കറ്റിൽ ഒരു പോയിട്ടുള്ളതാണ്. അതേമാതിരി തന്നെയാണ് ഈ കോഴിക്കോട് സൺഡേ മാർക്കറ്റും. ഏകദേശം മിഠായി തെരുവിന്റെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഈ ഞായറാഴ്ചകളിൽ മാത്രം ചെയ്യുന്ന ഒരു കച്ചവടമാണ് ഈ കോഴിക്കോട് നടക്കുന്ന സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓരോ ഷോപ്പിലോ ഒന്നൊക്കെ പോരാണ്ട് ഡ്രസ്സിന്റെ കാര്യങ്ങൾ, റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യം പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. കാരണം ഇത് റോഡ് വർക്കാണ്, അത്യാവശ്യം സൗണ്ട് കാര്യമൊക്കെ ഉണ്ടാവും. അപ്പം വീഡിയോ നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. അതിന് മാക്സിമം ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാം. അതെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കച്ചവടങ്ങൾ അവിടുന്ന് അറ്റം മുതലേ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. അവിടുന്ന് തുടങ്ങി ഒരുപാട് കളക്ഷൻസ് മിഠായി തെരുവിന്റെ ആ ഭാഗത്തേക്കുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞായറാഴ്ച ഒരുപാട് പർച്ചേസിങ്ങിന് ആൾക്കാർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇതാ നമ്മൾ ഇലക്ട്രോണിക്സുകൾ, അതായത് സൗണ്ട് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഇതില് കച്ചവടത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കാര്യങ്ങൾ കാണാം. ആംപ്ലിഫയർ ഉണ്ട്, സ്പീക്കറുകളുണ്ട്, സബ് വൂഫറുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്ന ഏട്ടാ അവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടോ. സ്പീക്കറുകളൊക്കെ വരുന്നത് ചെറിയ സ്പീക്കർ, ആ സ്പീക്കറൊക്കെ ഇപ്പൊ 1500 കൊടുക്കല്ലേ. അപ്പൊ ഈ ആംപ്ലിഫയർ എത്ര കൊടുത്തോ? 3500. 1600. അപ്പൊ ഇതിന് വാറന്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1600 ഇതില്ലേ പാനസോണിക്കിന്റെ. പിന്നെ പഴയ കാലത്ത് നമ്മളെ കോയിൻ ഇട്ട് വിളിച്ചുന്ന ഇതുണ്ട്. പിന്നെ എത്ര 500 രൂപ. ഫോണൊക്കെ 500 അല്ലേ. ഈ ഒരു ഇത്തരത്തിലുള്ള ഫോണ് കാര്യങ്ങളാണ് 500. അപ്പൊ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ സ്പീക്കർ നമ്മൾ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന മോഡൽസ് ആണല്ലേ. 1000 രൂപ. പിന്നെ റേഡിയോ മോഡൽ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ആയിട്ടുണ്ട്. ഈ സ്പീക്കറിനൊക്കെ എത്ര വരും ഇവിടെ? 500. അപ്പൊ നമ്മൾക്ക് ബസ്സിലാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. പിന്നെ ചെറിയ സബ് വൂഫർ അല്ലേ, ഇപ്പൊ സൗണ്ട് ബാറിന്റെ 500 അല്ലേ. ഇപ്പൊ 500 വരും കേട്ടോ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞാല്. അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നമുക്ക് ഇലക്ട്രോണിക്സുകൾ ഈ ഒരു മാർക്കറ്റ് വന്നാൽ കിട്ടും. ഇതിപ്പോ എന്താ ആംബ്ലി തന്നെയാണോ? DVD ആണ്. നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 300 രൂപ കൊടുക്കാൻ. അപ്പൊ ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ഷർട്ടുകൾ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏകദേശം വരുന്നത് 2 എടുക്കുകയാണെങ്കിൽ 500. അതിൽ ഇത്തരത്തിലുള്ള പ്രിന്റിങ് ഷർട്ടുകൾ ഉണ്ടാവും, അതായത് പ്ലെയിൻ കളറുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് ചെക്ക് മോഡൽ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇവിടെ തെരഞ്ഞെടുക്കാവുന്നുണ്ട്. പല സൈസിലെല്ലാം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തെരഞ്ഞെടുക്കാം. 2 500 ഇവിടെ റേറ്റ് വരുന്നത്. പിന്നെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇതാ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കാതല്ല വൈറ്റ് മുണ്ടുകൾ ഇതാ വളരെ വിലക്കുറവ് കിട്ടും. ഏകദേശം 2 250 അങ്ങനെ 300 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. കണ്ടോ, നല്ല അടിപൊളി വൈറ്റ് മുണ്ടുകളുണ്ട്, അതേമാതിരി കളർ മുണ്ടുകളുണ്ട്. കണ്ടോ, 2 ലുങ്കി ആണെങ്കിൽ 150 വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എല്ലാ കളറ്
മുണ്ടുകൾ, അങ്ങനത്തെ തന്നെ തോർത്തുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ വൈറ്റ് മുണ്ടിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെറിയ കര മുതൽ പല പല കളേഴ്സ് ഉണ്ട്, പിന്നെ കസവുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാട്ടെ നമുക്ക് മൊബൈലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെഡ്സെറ്റിന്റെ കളക്ഷൻസ് ഉണ്ടല്ലേ. ഹെഡ്സെറ്റ് ഉണ്ട്, അതേ മൊബൈലിന്റെ ബാറ്ററികൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റം. പിന്നെ സെക്കൻഡ് മൊബൈൽസ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ കണ്ടില്ലേ അടിപൊളി ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ സ്പീക്കർ, ബ്ലൂടൂത്തിന്റെ ചെറിയ സ്പീക്കറുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചാർജർ സെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചാർജറിന്റെ കേബിള്, ഇവിടെ ഹെഡ്സെറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ റേറ്റ് ചെയ്യുന്നത് അതിന് ഹെഡ്സെറ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 50 റുപ്യ അല്ലേ. ഏതെടുത്താലും 50? ഏതെടുത്താലും 50. അപ്പൊ നിങ്ങൾ എല്ലാ ഞായറാഴ്ച ഉണ്ടാവും? എല്ലാ ഞായറാഴ്ച ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് പാളയം കമ്പത്തിലൈൻ തന്നെ ഇവിടെ ഒരു ഇത് വരുന്നത്. അപ്പൊ കണ്ടില്ലേ ഇവിടെ ബാറ്ററി ഒക്കെ എത്ര വരുന്നത്? 30, 20, 40. അതിനൊന്നും ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇവിടെ എടുത്തു പോവാ, വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് ചെയ്തിട്ട് എടുക്കട്ടോ. അവിടെ അത്തരത്തിലുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഇത്തരത്തിലുള്ള ഇതങ്ങനെ വന്നിട്ടുള്ളത് ഇത് 200, 150. പിന്നെ 200. എയർപോർട്ട് മോഡലാണെങ്കിൽ 200 അല്ലേ. അതെ ആണ്. ബ്ലൂടൂത്തിന്റെ സ്പീക്കർ മോഡലൊക്കെ ആണെങ്കിൽ ഇത് 200 അല്ലേ, 300 അല്ലേ. പിന്നെ ബോട്ടിനാണ് 300. പിന്നെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചെയ്താണ്ടോ ഇതിനൊക്കെ ഏകദേശം 50 രൂപ ഉണ്ട് ഏതെടുത്താലും വരുന്നത്. അതിൽ തന്നെ പല മോഡൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഈ ബാറ്ററി എന്നൊക്കെ പറഞ്ഞാല് വാറന്റി കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മോഡൽസ് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാട്ടോ. അപ്പൊ നമ്മൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഷർട്ടുകൾ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഷർട്ടുകൾ ഉണ്ടാവും. ബ്ലാക്കിലൊക്കെ നല്ല അടിപൊളി ഷർട്ടുകൾ ഉണ്ട്. അതേമാതിരി പല ക്ലോത്തിലും വന്നിട്ടുണ്ട് കണ്ടോ. ഇതില് നമ്മള് ഏത് ഷർട്ട് എടുക്കുകയാണെങ്കിലും ഏകദേശം 300, 350 ആ റേഞ്ച് ആയിട്ട് വരുന്നത് കണ്ടോ. വൈറ്റ് ഷർട്ടൊക്കെ ഉണ്ട്, അടിപൊളി വൈറ്റ് ഷർട്ട് വന്നു. അതൊക്കെ ഏതെടുക്കുകയാണെങ്കിൽ നമ്മളെ ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടൊക്കെ എടുത്താൽ അടിപൊളി ആയിരിക്കും. അങ്ങനെ പല പല ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ ഷർട്ടിൽ കിട്ടും. പല കളേഴ്സ് കിട്ടും, പല മോഡലുകൾ കിട്ടും. ഇതൊക്കെ ഇവിടെ നമ്മളെ പാളയം കമ്പത്തിലുള്ള ഷോപ്പാണ്. അവര് അത്തരത്തില് മിഠായിത്തെരുവിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മള് പഴയ മോഡല് പിച്ചള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് വിളക്ക് മോഡൽ സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ കാണാം. ഉണ്ട്. പിന്നെ കുതിര മോഡൽ ഉണ്ടാവും, കുതിര ഐറ്റംസ്, പിച്ചള സാധനങ്ങളെല്ലാം കാണാം. അപ്പൊ അതൊക്കെ എങ്ങനെ വന്നിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഈ വിളക്ക് മോഡൽ ഇതൊക്കെ എങ്ങനെ റേറ്റ്? 1500 രൂപ ആ റേഞ്ച് വരില്ലേ. അത് ഹിന്ദി 2500 ഇതൊക്കെ പിക്ചർ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ്. പിന്നെ ഈ ഒരു മയിലിന്റെ ഡിസൈൻ 1000 അല്ലേ. പിന്നെ അങ്ങനത്തെ ഓരോ വന്നിട്ടുണ്ട്. പെട്ടി കാണാൻ 1000. പിന്നെ ഈ വാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ്. ഈ ഒരു വാച്ച് ഏതെടുത്താലും 30 അല്ലേ. ഈ ഒരു വാച്ച് ഇപ്പൊ ഏതെടുത്താലും 30 വന്നിട്ടുള്ളത്. അതേമാതിരി ഇപ്പൊ ഈ ഒരു തോണിന്റെ മോഡലുണ്ട്. ഇതിനെത്രയാണ്? ഇതിനിപ്പോ 500 രൂപ അല്ലേ. അങ്ങനത്തെ പിച്ചള പാത്രങ്ങൾ ഐറ്റംസ് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ആനക്ക് എത്ര പറഞ്ഞേ? 2500 കേട്ടോ. ഈ ഒരു പിച്ചളന്റെ ആനക്ക് പറഞ്ഞ റേറ്റ്. നമുക്കിത് അവിടെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ലൈറ്റുകൾ നല്ല അടിപൊളി LED ലൈറ്റുകളൊക്കെ കിട്ടുന്നത് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ലൈറ്റിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കളർ ലൈറ്റിനൊക്കെ വരുന്നത് വെറും 60 രൂപ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അങ്ങനത്തെ മോഡൽസ് ഒക്കെ ആണെങ്കിൽ, വയർ മോഡൽസ് ഒക്കെ ആണെങ്കിൽ 20 രൂപ വരും. പിന്നെ അങ്ങനത്തെ പല ഐറ്റംസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ടിവിന്റെ റിമോട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ റേഡിയോ വന്നിട്ട്, റേഡിയോ ഒക്കെ അങ്ങനെ എത്ര? 200 അല്ലേ. ഏതെടുത്താലും 200 കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാ ഞായറാഴ്ച ഉണ്ടാവൂലേ? എല്ലാ ഞായറാഴ്ച ഉണ്ടാവും. എല്ലാ ഞായറാഴ്ച ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് പിന്നെ ഇലക്ട്രോണിക്സിന്റെ ആണെങ്കിലും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബൾബ് ഓർഡറുകളാണെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളുണ്ട്. ലൈറ്റ് സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. ഒരുപാട് സ്പീക്കറുകൾ, ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ, TV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പഴയകാല DVD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏട്ടാ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ?
ഒന്ന് പറഞ്ഞോട് പറ്റുമോ? കോഴിക്കോട് സണ്ണ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനമില്ല. സാധനമില്ല ഇലക്ട്രോണിക്സ്. വളരെ മിതമായ വിലയ്ക്ക് സാധനം കിട്ടും. അപ്പൊ ഈ സ്പീക്കറുകളൊക്കെ എങ്ങനെ വന്നേ? സ്പീക്കറൊക്കെ 100-150 ഷോപ്പിൽ 300-400 സാധനം 100-150 100-150 ഹോം തിയേറ്റർ കാണില്ലേ? അപ്പൊ ഈ ടി വി നിങ്ങൾക്ക് എത്ര കൊടുക്കും? വാങ്ങാൻ പോവാണെങ്കിൽ 2000 രൂപയ്ക്ക് ടി വി കൊടുക്കാൻ പറ്റും. നല്ല വർക്കിംഗ് മോഡലാണ് കേട്ടോ. പിന്നെ DVD വന്നിട്ടുണ്ട്. നമ്മളെ പഴയ CD ഒക്കെ ഇട്ട് വർക്ക് ചെയ്യണല്ലേ. പിന്നെ ഇത്തരത്തിലുള്ള സ്വിച്ച് ബോർഡുകളിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ തന്നെ. എല്ലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇതൊക്കെ. ഇവിടെ റേറ്റ് എങ്ങനെ? ഇവിടുത്തെ റേറ്റ് എങ്ങനെ? നേരെ പകുതി വില. അപ്പൊ ചെറിയ സ്പീക്കർ മുതൽ വലിയ ഹോം തിയേറ്റർ വരെ ഉണ്ട്. പിന്നെ ചെറിയ നല്ല അടിപൊളി സബ് വൂഫർ വരെ ഉണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് എല്ലാം തന്നെ കിട്ടും. പിന്നെ ഇത്തരത്തിലുള്ള ക്യാബുകൾ, ഇത്തരം ക്യാബുകളുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? 10 മീറ്റർ 15 മീറ്റർ. ഈ ആംബുലൻസ് ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഓരോ വാട്സിനനുസരിച്ച് റേറ്റും പോകുന്നത്. പിന്നെ അത്തരത്തിലുള്ള ചെറിയ സ്പീക്കറുകള്. പിന്നെ ഇത് നമ്മളെ ആംബുലിയാണല്ലേ? വണ്ടി ബ്ലൂടൂത്ത് വണ്ടി വെക്കണത്. വെയിറ്റ് വെക്കുന്ന മെഷീന്, സബ്. പിന്നെ ഇതെങ്ങനെ? ഫാൻ എങ്ങനെ? ഫാൻ എങ്ങനെ വന്നേ? ഈ ഒരു ഫാൻ എങ്ങനെ വന്നേ? 300 രൂപ അല്ലേ? ഉണ്ടോ ഇവിടെ? പിന്നെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ചാർജർ സെറ്റ് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇതായിട്ട് ഇവിടെ നമുക്കില്ലേ പഴയ കാല നാണയങ്ങൾ ഉണ്ട്. അതേ പഴയ കാല നോട്ടുകള് കാര്യങ്ങള് പല ഐറ്റംസ് കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ മോഡൽസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പഴയ കാലത്തെ നാണയങ്ങള്, നോട്ടുകൾ, 100-ന്റെ കോയിൻസ്, 500-ന്റെ കോയിൻസ്, അതൊക്കെ 1000-ന്റെ കോയിൻസുകളെല്ലാം. 100-ന്റെ കോയിനല്ലേ? കോയിനില്ലേ? 100-ന്റെ കോയിനാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഇത് പറഞ്ഞാല് ഷെഗുവര. പിന്നെ NCC അപ്പൊ നിങ്ങള് പഴയ നാണയങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞങ്ങൾ എടുക്കും ചെയ്യൂലേ? 1000-ന്റെ അല്ലേ? ഈ കോയിൻസ് ഒന്നും അധികം ആളും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ല. ഇങ്ങനെ 50-ന്റെ 100-ന്റെ 100-ന്റെ അങ്ങനത്തെ 900-ന്റെ നാണയങ്ങളും ഉണ്ടാവില്ല ഇവിടെ. ഇതുപോലെ നോട്ടുകള്, ബണ്ടിലുകൾ, കാലത്തെ നോട്ടുകള്, 2 രൂപന്റെ നോട്ട്, അങ്ങനെ പല നോട്ടുകളുണ്ട്. ഇവിടെ നോക്കിയ താഴെ ഭാഗത്തുണ്ട് ബണ്ടിലുകൾ ഉണ്ടല്ലേ. ഇവിടെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നോട്ടുകൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വെയില് കാരണം അധികം ഉള്ളിൽ വെക്കാത്തതാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് ഇവിടെ എടുത്തു വെച്ച് തുടങ്ങും. നാണയങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഇതൊക്കെ പഴയ കാലങ്ങളിൽ നാണയങ്ങളാണല്ലേ? നമ്മളെ ഓട്ടക്കാലിൽ എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ? ഓട്ടക്കാലിന് ഉറുപ്പ്യ 2 രൂപ ഉറുപ്പ്യ അവൾ പറഞ്ഞ വെച്ചോല്ലേ? ഇതൊക്കെ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റും. നല്ല ഐറ്റംസ് സാധനങ്ങളായിട്ടാണ് നമുക്ക് വിട്ടു പോയെങ്കിലും വിൽക്കാൻ പറ്റുട്ടോ. എന്നതാ നാണയങ്ങള് കാര്യങ്ങൾ ഇതാ ഒരുപാട് വന്നിട്ടുണ്ട്. കേട്ടോ ഇഷ്ടം പോലെ നാണയങ്ങൾ ആണോ? ഒരുപാട് തരത്തിലുള്ള നാണയങ്ങൾ കിട്ടും. ഇതാ 5 അങ്ങനെ പല 5 പൈസ അങ്ങനത്തെ നല്ലതുണ്ട്. പിന്നെ അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ 25 പൈസ, 10 പൈസ കണ്ടോ. പിന്നെ നോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇതാക്കണ്ടോ. പിന്നെ ഇവിടേക്ക് നോക്കിയാലും ഉണ്ടോ ഒരുപാട് നോട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ അധികം കാണിക്കുന്നില്ല. കണ്ടോ ഏകദേശം ആവണം പഴയ കാലത്ത് ഉപയോഗിക്കുന്ന നോട്ടുകൾ കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ 50 രൂപന്റെ 10 രൂപന്റെ പിന്നെ നാണയങ്ങള് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ജീൻസിന്റെ നല്ല ട്രാക്ക് പാന്റുകള്, ഷോർട്സുകൾ കിട്ടുന്ന ഐറ്റംസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ റേറ്റ്? ഇത്തരത്തിലുള്ള ഷോർട്സ് ആണെങ്കിൽ 100 രൂപയിലല്ലേ? ഏതെടുത്താലും 100. അപ്പൊ ഇനി പോക്കറ്റ് ഉള്ളതാണെങ്കിൽ, പോക്കറ്റ് ഇല്ലാത്താണെങ്കിലൊക്കെ 100. അപ്പൊ പാന്റ് നോക്കുകയാണെങ്കിലോ? പാന്റ് ഇത്തരത്തിലുള്ള പാന്റ് ആണെങ്കിൽ 200.
കേട്ടോ. ഷോർട്സിലൊക്കെ ഇത് ഒരുപാടുണ്ട്. പല കളറ് പ്രിന്റിങ് ബനിയന് വന്നിട്ടുണ്ട്. ഇതാ ഇത് ടീഷർട്ട് അയച്ചല്ലേ? ടീഷർട്ട് എങ്ങനെ? 2 100. ഒന്നിന് 50 രൂപ വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. പാൻറ്റൊക്കെ അവിടെ ഒരുപാട് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പല സൈസിനുള്ളതും പല കളേഴ്സിനുള്ളതും. 150 150 അത് ചെറിയ റേറ്റ് ആയിട്ട് എല്ലാത്തിനും വരുന്നുള്ളൂ കേട്ടോ. അവിടെ അടിപൊളി ക്ലോത്തിലായിരുന്നു. എല്ലാ അടിപൊളി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഈ മുട്ടായിത്തിരിയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ടീഷർട്ട് 50 വരും അല്ലേ? 850. അപ്പൊ താഴെ ഉള്ളതിനല്ലേ 800 ലാസ്റ്റ് വരും. ഗ്യാരണ്ടി ഒക്കെ ഉള്ള ഐറ്റാണല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മളെ റെയിൽവേക്കുള്ള റോഡിലാണ് നിക്കല്. മേലെപ്പാളയം റോഡ്. ഇതാട്ടോ ഇവിടെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചെറിയ മൈക്കുകളുണ്ട്, ഡിമ്മറുകളുണ്ട്, ചെറിയ സ്പീക്കറുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സോളാറിന്റെ ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് കാര്യം സെക്കൻഡ് ഹാൻഡ് വേണ്ടി സെക്കൻഡ് ഹാൻഡ് ഉണ്ടല്ലേ? ഇതൊക്കെ സെക്കൻഡ് ഹാൻഡും കിട്ടും കേട്ടോ. ഇതിന് വാറന്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് വാറന്റി കൊടുക്കില്ല. ഇതൊക്കെ വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ചെറിയ സ്പീക്കർ എങ്ങനെയാണ് വന്നേ? ഇതൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ സ്പീക്കർ 650. പിന്നെ ഇത്തരത്തെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലേ? 1300 രൂപ. 2 എടുക്കുകയാണെങ്കിൽ 1300 അല്ലേ? അതിപ്പോ എത്ര ഇഞ്ചിന്റെ ആണ്? 6 ഇഞ്ച്. പിന്നെ അങ്ങനത്തെ ബെൽറ്റ് മോഡൽ ഐറ്റംസ്, പിന്നെ LED ലൈറ്റ്, പിന്നെ അങ്ങനത്തെ സ്വിച്ച് ബോർഡുകള്, പിന്നെ പഴയ റേഡിയോ, മൈക്ക് ഉണ്ടല്ലേ? അപ്പൊ ഇത് നമുക്ക് പാടാനൊക്കെ വയർലെസ് മൈക്ക്. അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ചെറിയ ഈ സ്പീക്കറിന് എത്ര? 300 350 അങ്ങനെ വരൂല്ലേ? പിന്നെ ഇത്തരത്തിലുള്ള ഐറ്റംസിനൊക്കെ ചെറിയ ബാഗ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഇവിടെ ഒക്കെ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു വെച്ചോ. സെക്കൻഡ് ഹാൻഡ് സാധനമാണല്ലേ? 100 150 രൂപക്കൊക്കെ സ്പീക്കർ കിട്ടും. 100 150 ഈ ബാഗൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനത്തെ ബാഗൊക്കെ വരുന്നത് 100 150 ഇതാണോ? ഇങ്ങനത്തെ ബാഗൊക്കെ വരുന്നത് 100 150 വരുന്നുണ്ട്. പിന്നെ ഇവിടെ അംഗനവാടിക്കൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ബാഗ് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ ഒന്ന് കിറ്റ് കാണിച്ചാൽ പറ്റും? ടൂൾസ് ബോക്സ് അന്ന് കാണിച്ചത്. ടൂൾസ് ബോക്സ് ഇപ്പൊ എങ്ങനെ വന്നിട്ടുള്ളത്? റീചാർജബിൾ. ഇതിന് ഫുള്ള് സെറ്റ് വന്നിട്ടുണ്ടായാലും. ഇനി വീട്ടമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടന്റെ നൈറ്റികൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പൊ കോട്ടൺ ആണല്ലേ? കോട്ടൺ ആണ്. കണ്ടോ, ഇത് ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് പോണായോണ്ട് ഇവിടെ വില കുറച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ് പല മോഡലിലുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ. പല മോഡലിൽ പറഞ്ഞാൽ അങ്ങനത്തെ വീനക്ക് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ സിബുകളുണ്ട്, സിബ് ഇല്ലാത്തുണ്ടാവും, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് ഇവിടുന്ന് ഉണ്ടാക്കാതെ. അലാസ്റ്റിക് മോഡൽ ഉണ്ട്, എല്ലുണ്ട് അല്ലേ? നിങ്ങളിപ്പോ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞുതരും. നമ്മളെ കമ്മത്തിലല്ലേ? പാളയത്തിന്റെ അവിടെ കമ്പത്തിലല്ലേ? കേട്ടോ, ഒരുപാട് കളേഴ്സിലുള്ള ഐറ്റംസ് നല്ല സൈസാണ്. കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാം തന്നെ. ഇനിയിപ്പോ അബായി നോക്കുന്നവർക്കാണെങ്കിൽ അബായി നോക്കാം. പല ക്വാളിറ്റിയിലുള്ള അബായി ഇവിടെ കിട്ടും കേട്ടോ. ഇതിനൊക്കെ അത് 80. ഇതൊക്കെ 80 അല്ലേ? ഇത് 80 ആണ് വരുന്നത് ഇപ്പൊ റേറ്റ് പറഞ്ഞാല്. ഇനി ഈ ഒരു അബായൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ 50 അല്ലേ? കുട്ടികളുടെ 50. ഇതിന് 50 തന്നെ അല്ലേ? ഇപ്പൊ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അബായൊക്കെ വരുന്ന റേറ്റ് പറഞ്ഞാല് ഒരു 50 രൂപ വരുന്നുള്ളൂ. ലേഡീസിന്റെ ടോപ്പുകളാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ലേഡീസ് ടോപ്പുകളൊക്കെ 100 രൂപയ്ക്ക്. ഇതൊക്കെ 100 രൂപക്കാണ് കൊടുക്കുന്നത് പറഞ്ഞാല്. ഇതൊക്കെ 100 രൂപ ടോപ്പാണ്. ഷർട്ട് 100 രൂപ, ജീൻസ് 100 രൂപ. അപ്പൊ ഈ ഷർട്ട് 100 രൂപ, ഏതെടുത്താലും 100 രൂപ. 100 രൂപ ലേഡീസിന്റെ. ഇപ്പൊ ഉള്ളിപ്പോ ലേഡീസിന്റെ ഐറ്റംസ് ആണ്.
അപ്പൊ ഈ താഴെ ഭാഗത്ത് വെച്ചത് ഒക്കെ 100 രൂപ. ഒക്കെ 100 രൂപ. തെരഞ്ഞെടുക്കാം, പല സൈസിലുള്ള ഉണ്ടാവൂലേ? ഇത് നമുക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ടോ പല പാന്റുകൾ വന്നിട്ടുണ്ട്, ഷർട്ടുകൾ വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ടോപ്പുകളും ഇവിടെ 3/4 മോഡല് ചെറിയ ഷോർട്ട് ടോപ്പ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ജീൻസ് മോഡലാണെങ്കിൽ അത് കിട്ടും. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസിന്റെ. അപ്പൊ ഈ ലേഡീസിന്റെ ചെരുപ്പ് വാങ്ങണേ വന്നിട്ടുള്ളത്. ലേഡീസിന്റെ ചെരുപ്പൊക്കെ നല്ല നല്ല ചെരുപ്പുകളാണ്. 360 ഷോപ്പിൽ വിൽക്കണേ 150, 200, 100, 200, 100 കൊടുക്കുന്നു. അതെ, നല്ല ജെൻസ് ചെരുപ്പുകളുണ്ട്. 200, 250, 250 ഒക്കെ വരും കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്വാളിറ്റി തന്നെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഞായറാഴ്ച മാത്രം വരുന്നുണ്ടോ? ഒരുപാട്. അപ്പൊ അപ്പുറത്തെ ജെൻസിന്റെ ജെൻസിന്റെ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം എത്ര വരും? ജെൻസിന്റെ 300 ഉണ്ട്, 250 ഉണ്ട്, 200 ഉണ്ട്, 300 ഉണ്ട്, 200 ഉണ്ട്. കണ്ടോ തരത്തിലുള്ള ചെരുപ്പുകൾ. അതേമാതിരി ഇനി സാധാ മോഡൽ നോക്കുകയാണെങ്കിൽ അതും വന്നിട്ടുണ്ട്. എല്ലാം 200 ആ റേഞ്ചിലൊക്കെ ഉണ്ടല്ലേ? കൊടുക്കുന്നു കേട്ടോ. കടയിലെ പാതി വില കൊടുക്കാം. കുറച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഓട്ടിന്റെ വസ്തുക്കളാണല്ലേ? അപ്പൊ ഇതെങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ? പുരാവസ്തുവാണ്. പുരാവസ്തു കാലത്തുള്ള പഴയ കാലത്തുള്ള പുരാവസ്തുക്കളാണ്. പെട്ടുന്നോക്ക് ജപന, പല വിളക്കുകള്, പഴയ വിളക്കുകള്, പൂജാപാത്രങ്ങള്, പെട്രോൾ മസ്, എല്ലപ്പെട്ടി, തബല പല ഐറ്റംസ് ഉണ്ട്. മദളം, പിന്നെ വിളക്കുകള്, തവി, ഉരുളി, പിന്നെ ഐറ്റംസുകളായിട്ട് കൊണ്ടുവന്ന കേട്ടോ. വിഗ്രഹങ്ങള് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല. വെല്ല് വാങ്ങാം, ഒക്കെ വാങ്ങാം ചേട്ടാ. കോയിൻസുകൾ പണ്ടത്തെ സാധനങ്ങളും പണ്ട് കാര്യങ്ങളൊക്കെ പുതിയ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുതിയ ഉണ്ടാക്കുന്നുണ്ട് സാധനം. ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട് പുതിയത്. ചെയ്തു കൊടുക്കും. ചെയ്തു നമുക്ക് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ രീതിയിൽ കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മതി. ഞായറാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. മൊബൈൽ നമ്പർ വേണം തരാം. മൊബൈൽ നമ്പർ വേണോ? മൊബൈൽ നമ്പർ പറയാ 93 87 526 709 കേട്ടോ. സന്തോഷ് കുമാർ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്തരത്തിലുള്ള ഓട്ട് ഉപകരണങ്ങൾ, ഓട്ട് വസ്തുക്കളൊക്കെ കിട്ടണമെങ്കിൽ ഏട്ടനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വിളക്കുകള്, പാത്രങ്ങള്, അങ്ങനത്തെ എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ കേട്ടെ, നമ്മള് കോഴിക്കോട് വന്നിട്ട് സൺഡേ മാർക്കറ്റിന്റെ കാഴ്ചകളെല്ലാം കണ്ടു. ഒരുവിധം ഇലക്ട്രോണിക്സ് കിട്ടും, ഡ്രസ്സുകൾ കിട്ടും, മറ്റു വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് ഇലക്ട്രോണിക്സിന് ചില സാധനത്തിന് വാറന്റി ഉണ്ടാവും, ചില സാധനത്തിന് വാറന്റി ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം നമ്മള് ഇവിടെ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ പറയാം, നമ്മളെ കോഴിക്കോട് പാളയത്ത് തന്നെയാണ് ഇവര് മാർക്കറ്റ് വരുന്നത്. നമ്മളെ മിഠായി തെരുവ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വിവരമിതായി വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നേരെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ വന്നിരിക്കും. ബൈ.